ഇരുമ്പ് പഴുപ്പിച്ചിട്ട് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പരവതാനി ഉണ്ടാക്കി കൊടുക്കുകയാ. എന്റെ ദീനിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവനും എനിക്ക് ഇവിടെ വെച്ച് തന്നു തീർക്കുകയാണോ എന്ന് എനിക്ക് പേടിയാവുകയാണ്. എന്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞത്, ഞാൻ പലപ്പോഴും അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ എന്റെ പ്രിയപ്പെട്ട ഖബ്ബാബിന്റെ ശരീരത്തിന്റെ മുതുകിൽ ശത്രുക്കളെന്ന് തീ കൊണ്ട് കരിച്ചു കളഞ്ഞ പാടുണ്ട്. പറയാണ്, എനിക്കെന്റെ പ്രവാചക പ്രേമം ഹൃദയാന്തരത്തിൽ ആളിക്കത്തുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. മുസ്ലിമായി വിവരമറിഞ്ഞപ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നിട്ട് ഖബ്ബാബിന്റെ യജമാനനായ മുതലാളിയായ മനുഷ്യൻ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പരവതാനി ഉണ്ടാക്കി കൊടുക്കുകയാ. തൊട്ടാൽ കരിഞ്ഞു പോകുന്ന, ഈ കൈ കൊണ്ട് തൊട്ടാൽ ഉരുകിപ്പോകുന്ന ഇരുമ്പ് പഴുപ്പിച്ചെടുത്തിട്ടൊരു പരവതാനി ഉണ്ടാക്കി മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഖബ്ബാബേ, മുഹമ്മദിന്റെ സ്നേഹത്തിൽ നിന്ന് മാറുന്നുണ്ടോ ഖബ്ബാബേ? നീ വിശ്വസിക്കുന്ന ഏകദൈവ തൗഹീദിന്റെ വിശ്വാസ മന്ത്രണത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ ഖബ്ബാബേ? ഇല്ലെങ്കിൽ ഈ ചുട്ടുപഴുത്തിരിക്കുന്ന പരവതാനിക്കകത്ത് നിന്നെ കിടത്തുമെന്ന് പറഞ്ഞപ്പോ ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടോ പരിശുദ്ധ ദീനിനോടോ ഒരു അകൽച്ചയോ ഒരു വെറുപ്പോ തോന്നാതെ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉറക്കെ ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞു, പുന്നാര ഹബീബിന്റെ പേര് വിളിച്ചു പറഞ്ഞു. ആ ചുട്ടുപഴുത്ത പരവതാനിയിൽ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനെ കിടത്തി ആ ശരീരം അങ്ങോട്ട് വെന്തുരുകുമ്പോ അതുപോലെ പഴുത്ത മറ്റൊരു കമ്പി കൊണ്ടുവന്ന് ശരീരത്തിന്റെ ഒരു ഭാഗത്തിലൂടെ കുത്തിയെടുത്തിട്ടതിന്റെ അടയാളം എത്രയോ നാളുകൾക്ക് ശേഷവും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിഴലിച്ചു നിന്നിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ തട്ടം നിലത്ത് വീണുപോയപ്പോ മുതുകത്തി പാട് കണ്ടപ്പോ ചോദിച്ചു, ഖബ്ബാബ്, എന്താണ് ഖബ്ബാബേ ഞാൻ ഈ കാണുന്നതെന്ന് ചോദിക്കുമ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉമർ ഇബ്നുൽ ഖത്താബ്, അതെനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള അടയാളമാണ്, എന്റെ ഈമാനിന്റെ, എന്റെ മഹബ്ബത്തിന്റെ അടയാളമാണതെന്ന് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ. ഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കല് മദീനയുടെ മുമ്പിൽ വന്നിട്ട് തേങ്ങി 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 കരയുകയാണ്. വലിയ ലാഭം കിട്ടി, കച്ചവടത്തിലൊക്കെ വലിയ സമ്പാദ്യമുണ്ടാക്കി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മദീനയുടെ മുമ്പിൽ വന്നിട്ട് കരയുമ്പോ അനുയായികൾ ചോദിക്കുന്നു, എന്തേ ഖബ്ബാബേ നിങ്ങൾ കരയുന്നത്? വലിയ ലാഭം നിങ്ങൾക്ക് കിട്ടിയല്ലോ, ആ ലാഭം കിട്ടുമ്പോ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഖബ്ബാബ്? എന്തിനാണ് റൗളാ ശരീഫിന്റെ മുമ്പിൽ വന്നിങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവനും എനിക്ക് ഇവിടെ വെച്ച് തന്നു തീർക്കുകയാണോ എന്ന് എനിക്ക് പേടിയാവുകയാണ്. എന്നോടൊപ്പമുള്ള പലരും മരണപ്പെട്ടു പോയി. എന്നോടൊപ്പമുള്ള പലർക്കും ഇന്ന് ഈ കാലത്ത് കാണുന്ന സുഖവും രസവും ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ ലാഭം തരുന്നു, എനിക്കിങ്ങനെ അവസാന സമയത്ത് സന്തോഷം തരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയാവുകയാണ്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ മുഴുവനും എനിക്ക് തന്നു തീർക്കുകയാണോ എന്റെ റബ്ബ് എന്നെനിക്ക് പേടി തോന്നുന്നു എന്ന് പറഞ്ഞ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ദുനിയാവിനും പരാജയപ്പെടുത്താൻ കഴിയാത്ത, ശത്രുക്കൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഈമാനിന്റെയും പ്രവാചക പ്രേമത്തിന്റെയും ആളിക്കത്തുന്ന ഹൃദയത്തിന്റെ ഉടമയായിരുന്നു മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു. അവിടെ നമുക്ക് ഗുണം കിട്ടുന്ന പ്രേമം ഇവിടെ ഉണ്ടാക്കാൻ, ഇവിടെ ഗുണം കിട്ടുന്നത് മാത്രം പോരാ,
ഇവിടെ ഇപ്പം നല്ലതുപോലെ ഒരു പ്രവാചക പ്രേമം പ്രസംഗം നടത്തിയാൽ നിങ്ങളൊക്കെ പറയും ആഷിഖു റസൂൽ എന്ന പേരങ്ങോട്ട് അടിച്ചു കൊടുക്കണം. അപ്പോഴേ ആഷിഖു റസൂലായി. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ലൊരു പാട്ട് പാടിയാൽ അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്നൊരു പേരാണ് മാദിഹുർ റസൂലായി. എല്ലാ മാസവും വീട്ടിൽ മജ്ലിസ് വെക്കുകയോ അല്ലെങ്കിൽ എവിടെ മജ്ലിസ് ഉണ്ടെങ്കിലും ഇഷ്ക് മജ്ലിസ് ഉണ്ടെങ്കിലും അവിടെ പോയി അവർക്ക് വെള്ളവും ഈത്തപ്പഴവും ഒക്കെ കൊണ്ട് കൊടുത്താൽ ഖാദിമുർ റസൂലായി. അങ്ങനെ പേര് കൊടുക്കാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പം പിന്നെ വലുതായിട്ട് ഷെയ്ഖുന പേര് കൊടുക്കലില്ല. കാരണം ഇപ്പം എല്ലാവരും ഷെയ്ഖുമാരായതുകൊണ്ട് പുതിയ ഷെയ്ഖ് നമ്മൾ കൊടുക്കലില്ല. മറ്റത് അതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ വലിയ അപൂർവമായിട്ട് തോന്നിയിരുന്നു. ഇപ്പം എല്ലാവരും ഷെയ്ഖന്മാരായതുകൊണ്ട് അങ്ങനെ അതൊരു പുതുമ നഷ്ടപ്പെട്ടു. ഇപ്പം എല്ലാവരും ഡിഗ്രി എടുത്തിറങ്ങിയാൽ 10 കുട്ടികളെ വെച്ച് തറസ് തുടങ്ങി അപ്പോൾ ഷെയ്ഖാവുകയാണ്. പിന്നെ ബാക്കി പിന്നീടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം ഇതാണ് പുതിയത്, ഖാദിമുർ റസൂൽ, പിന്നെ ഖാദിമുൽ ഖുർആൻ, ഖാദിമുൽ ഐത്താം, ഖാദിമുൽ മസാക്കീൻ, അങ്ങനെ പുതിയ വെറൈറ്റി പേരുകളാണ് വരിക. കുഴപ്പമില്ല, പേരൊക്കെ വന്നോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ അതൊക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങനെ ആസ്വദിച്ചും അനുഭവിച്ചങ്ങ് തീർന്നു പോയാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വെറും പാപ്പരായി പോവോ? ഒന്നുമില്ലാത്തവരായി പോവോ? നമ്മൾ ഈ ചെയ്യുന്നതിന് ഏറ്റവും രസമുള്ള സമ്മാനം കിട്ടുന്നതൊക്കെ ഇഷ്കിനാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തതും അവിടത്തേക്ക് വേണ്ടി പറഞ്ഞതും അവിടത്തേക്ക് വേണ്ടി കാണിച്ചതിനൊക്കെ കിട്ടുന്നതാണ് ഒരു പ്രത്യേക രസമുള്ള സമ്മാനം പരലോകത്ത്. അത് വാങ്ങിയെടുക്കണമെങ്കിൽ അതിന് പകരം ദുനിയാവിൽ വേണമെന്നതിനെ അങ്ങോട്ട് മാറ്റിവെക്കാം. അത് ഓട്ടോമാറ്റിക്കലി വരുന്നത് വന്നോട്ടെ, അത് നമ്മൾ മോഹിക്കണ്ട. നമുക്ക് അവിടെ കിട്ടണം. ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, നെല്ലിക്കുത്തിലെ പ്രിയപ്പെട്ട നല്ല കരുത്തരായ SOSന്റെയും SKSSFന്റെയും, ഇനി അതിൽ രണ്ടിലും പ്രവർത്തിക്കുന്നില്ല, ഇവിടുത്തെ സാധാരണ ചെറുപ്പക്കാരാണെന്ന് വയ്ക്കുക. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മനസ്സങ്ങനെ നിന്ന് കത്തണം. സലാത്ത് ചൊല്ലിയിട്ടും മൗലൂദ് ഓതിയിട്ടും ഇഷ്ക് പറഞ്ഞിട്ടും ആ രീതിയിലേക്ക് നിങ്ങൾ മാറിയാൽ ഒരു കള്ളും ഒരു കഞ്ചാവും ഒരു പെണ്ണും ഒരു നാർക്കോട്ടിക്കും നിങ്ങളെ മയക്കിയെടുക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ലഹരി മദീനയാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ലോകത്ത് പിന്നെ ഒന്നിനും സാധുക്കളായ നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റും. ഖുബൈബ് റളിയല്ലാഹു അൻഹു നല്ല കരുത്തുറ്റ, നല്ല ചങ്കൂറ്റമുള്ള, നല്ല യുവത്വം നിറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെയാണ് തൂക്കിലേറ്റപ്പെട്ടത്. അള്ളാഹിന്റെ ഹബീബിലേക്ക് ഇങ്ങനെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോണ്ടല്ലോ, പുന്നാര ഹബീബിന്റെ ഹൃദയം ഇങ്ങനെ പിടച്ച് ആ സലാം അറിയണം. അതാണ് മഹബത്ത് എന്ന് പറയാം. അല്ലാതെ ഒരു കോടി സ്വലാത്ത് ചൊല്ലിയിട്ട് എനിക്ക് മുത്തുനബിയെ കാണാൻ പറ്റിയില്ല, ഉസ്താദന്മാരി പറഞ്ഞു തന്ന സ്വലാത്തിലൊന്നും കാര്യമില്ല, സ്വലാത്തിൽ ഫാത്തിഹ ചൊല്ലി, സ്വലാത്തിൽ നാരിയ ചൊല്ലി, അതിലൊന്നും അല്ല കാര്യം. അത് ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മാനസികമായ ഒരു അടുപ്പമുണ്ടല്ലോ, അതില് അള്ളാന്റെ ഹബീബിന് നിവർത്തി കിട്ടിട്ട് ഇങ്ങോട്ട് വരണം. കിടക്കാൻ കഴിയരുത് അവിടെ, ആ രീതിയിൽ പ്രേമിക്കണം. കിടക്കാൻ കഴിയരുത്, ഇങ്ങനെ എഴുന്നേറ്റ് വന്നേ പറ്റുള്ളൂ. ആ രീതിയിൽ അത്ര ഇഖ്ലാസോടെ, അത്ര ആത്മാർത്ഥതയോടെ ആ പ്രേമത്തിന്റെ ഹൃദയത്തിന്റെ കവാടം മുഴുവനും തുറന്നങ്ങോട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക. الرحمن الرحيم